സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പൂപ്പാടങ്ങളിൽ ഒന്നാണ്. ഈ ഓണം കളറാക്കാൻ കഞ്ഞിക്കുഴിയിലെ കർഷകനായ ഞങ്ങളും തയ്യാറായിരിക്കുകയാണ്. ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി 2.5 ഏക്കറിൽ ഏകദേശം 30,000 വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും ചേർന്നുള്ള മനോഹരമായ ഒരു പൂന്തോട്ടമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പൂപ്പാടങ്ങളിൽ ഒന്നാണ്. മൂന്ന് തരത്തിലെ പൂക്കളാണ്. മഞ്ഞയുണ്ട്, സ്നോ വൈറ്റ് നിറത്തിലെ പൂക്കളുണ്ട്, ഓറഞ്ച് ഉണ്ട്, അതുകൂടാണ്ട് വാടാമുല്ലയുണ്ട്. ഇതിനെല്ലാം മനോഹരമാക്കി നിർത്തിയിരിക്കുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട്, തുമ്പപ്പൂ. നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തുമ്പപ്പൂവെ പോലും നമ്മൾ സംരക്ഷിച്ച് നിർത്തുകയാണ്. അതായത് ഓണത്തപ്പനെ വരവേൽക്കാൻ ആദ്യത്തെ ദിവസം ഉപയോഗിക്കേണ്ട തുമ്പപ്പൂവാണ്. ആ തുമ്പപ്പൂവും നമ്മുടെ തോട്ടത്തിലുണ്ട്. ഈ വരുന്ന പൂക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള മനോഹരമായ തോട്ടത്തിൽ സെൽഫി എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതൊക്കെ ഉള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രധാന കാരണം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളെല്ലാം ചത്ത പൂക്കളാണ്, ജീവനുള്ള പൂക്കളൊന്നുമില്ല. എന്നാൽ ഇവിടെ ജീവനുള്ള പൂക്കളുണ്ട്. ഈ ജീവനുള്ള പൂക്കളാണ് നമ്മൾ ഈ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള മുഴുവൻ പേരുടെ വീട്ടിലേക്ക് അത്തപ്പൂക്കളമായി എത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കായിരുന്നു. കാരണം കാലാവസ്ഥ പ്രതികൂലമായിരുന്നില്ല, മഴയായിരുന്നു, ശക്തമായ മഴ. അതോടൊപ്പം തന്നെ പൂക്കളെല്ലാം മഴയത്ത് നിന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഓണം അത്തം പിറന്നതുകൂടി ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഓണം ഇതുപോലെ നിൽക്കുന്ന കർഷകരെന്ന നിലയിൽ നമ്മൾ സംതൃപ്തരാകും. 2 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നമ്മൾ ഈ പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. കോഴിവളമാണ് പ്രധാന വളമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോഴിവളവും വേപ്പമണ്ണാക്കും അതോടൊപ്പം രാജ്ഭോസ് എന്ന പൗഡറും ചേർത്ത് കൊണ്ടാണ് ഈ കൃഷി നമ്മളിവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓണം മുതൽ അത്തം മുതൽ 10 നാൾ നീണ്ടു നിൽക്കുന്ന കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്ന രീതിയിൽ നമ്മളൊരു പ്രദർശനം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പൈസ ഉണ്ട്, പാസ് കൊടുത്താണ് നമ്മൾ കയറുന്നത്. അതോടൊപ്പം തന്നെ പൂരാടവും ഉത്രാടവും 13, 14 തീയതികളിൽ ഈ പൂക്കളെല്ലാം നമ്മൾ പറിച്ച് നമ്മൾ ഓണത്തിന് കിറ്റുകളാക്കി ഓരോരുത്തർക്കും 500 രൂപ കിറ്റ്, 300 രൂപ കിറ്റ്, അങ്ങനെ 2 തരം കിറ്റാക്കി നമ്മൾ ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഓണത്തെ ആഘോഷിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് എല്ലാവർക്കും പൂക്കൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വരിക, ഓണം ആഘോഷിക്കാൻ വേണ്ടി കഞ്ഞിക്കുഴി എടുത്തുക. കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്.